കനാലുകളിൽ വെള്ളമെത്താത്തതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ആഭിമുഖ്യത്തിൽ കനാലുകൾ ശുചീകരിച്ച സ്ഥലങ്ങൾ മാത്യു കുഴൽനാടൻ MLA സന്ദർശിച്ചു. മാറാടി, ആരക്കുഴ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളാണ് MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ സർക്കാർ പിന്നോക്കം പോയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരേണ്ടി വന്നതെന്ന് MLA ആരോപിച്ചു. കനാലുകൾ ശുചീകരിച്ച് കാർഷിക മേഖലയിൽ വെള്ളമെത്തിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധങ്ങൾക്കു ശേഷവും അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് കനാലുകളുടെ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മാറാടി, ആരക്കുഴ പഞ്ചായത്തുകളിലെ ബ്രാഞ്ച് കനാലുകളുടെ ശുചീകരണമാണ് ആദ്യഘട്ടമായി ആരംഭിച്ചത്. മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കനാലുകൾ ശുചീകരിക്കാൻ ഫണ്ടില്ലെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമുള്ള അധികൃതരുടെ വാദം കർഷകരോടുള്ള അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് ജനകീയ ശുചീകരണത്തിന് തുടക്കം കുറിച്ചത്. മാറാടി ബ്രാഞ്ച് കനാൽ മുതൽ ശൂലം വെള്ളച്ചാട്ടം വരെയും കുരുക്കുന്നപുരം ബ്രാഞ്ചിന്റെ ഭാഗം വരെയും കാട് കയറി വെള്ളമൊഴുകാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു. ഇവയാണ് മാറാടിയിൽ ജനകീയ പങ്കാളിത്തത്തോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കുന്നത്. പണ്ടപ്പള്ളി, ആരക്കുഴ, പെരുമ്പല്ലൂർ, കുരുക്കുന്നപുരം ഭാഗത്തേക്കുള്ള കാട് കയറിയ കനാലുകൾ ആരക്കുഴ പഞ്ചായത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയമായി ശുചീകരിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര അലംഭാവമാണ് കർഷകരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.